തിരുമേനി, നമ്മുടെ രൂപതാധ്യക്ഷൻ നിങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. പരമാത്മാവായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വിജയകരമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഇത് മാതാവിന്റെ മാസികനായ കല്ലറങ്ങാട്ട് പിതാവ് CBCIക്ക് ഒരു സ്ഥലം അവർക്ക് പഠിക്കാനും ആസ്വദിച്ചുണ്ടായിട്ട് ഒരു രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത് ഒരു പുതിയ സ്വാതന്ത്ര്യത്തോടും ഇത് പണിയാൻ അനുവദിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കൃത്യ സമയത്ത് പണിയാൻ നമ്മളെ സഹായിച്ച ആന്റണി തോമസ് ചീരകത്ത് കമ്പനിയെയും ഇതിന്റെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് നടത്തിയ നമ്മുടെ രൂപതയ്ക്ക് ഇതുപോലെ ഒരു പാസ്റ്റൽ സെന്റർ പുള്ളിക്കാപ്പറമ്പിൽ പിതാവ് രൂപകൽപ്പന ചെയ്ത ആ കെട്ടിടത്തോട് ചേർന്ന് ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഇതുപോലൊരു കെട്ടിടം വേണമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ച ഒരു കാര്യമാണ്. അത് പ്രധാനമായിട്ടും വൈദികരുടെ വാർഷിക ധ്യാനം, അവരുടെ ഓൺഗോയിങ് ഫോർമേഷൻ, സമർപ്പിതരുടെ ക്ലാസുകൾ, അൽമായരുടെ ദൈവശാസ്ത്ര പരിശീലനം, യുവതീ യുവാക്കന്മാരുടെ ആധ്യാത്മിക പരിശീലനം തുടങ്ങിയ ഒരുപിടി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ പാസ്റ്ററൽ സെന്ററിന്റെ ഉദ്ഘാടനത്തിൽ സന്തോഷിക്കുന്ന നിങ്ങൾ എല്ലാവരോടും ഒപ്പം സഭയും സന്തോഷിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ സന്തോഷം ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. പരിശുദ്ധ പിതാവ് താമസിക്കുന്നത് നിങ്ങൾ സാന്താ മാർത്ത എന്ന് പറയുന്ന വലിയ ഹോട്ടൽ പോലെയുള്ള സ്ഥാപനത്തിലാണ് എന്ന് നിങ്ങൾക്കറിയാം. അവിടെ തന്നെയാണ് പ്രധാന സമ്മേളനങ്ങൾക്ക് ചെല്ലുന്ന കർദ്ദിനാളന്മാരെയും മെത്രാന്മാരെയും താമസിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പമാണ് താമസിക്കുന്നത്. ഒപ്പം കാപ്പി കുടിക്കുന്നു, ഒപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നു, ഒപ്പം കാണുമ്പോഴെല്ലാം ഹൈ എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതം അത്ര കൃത്യമാണ് എന്ന്. അപ്പോൾ ഇതൊരു സംസ്കാരമാണ്, സഭയിൽ വരേണ്ട സംസ്കാരം. അദ്ദേഹത്തിൻ്റെ ശൈലി തന്നെ ഒരു സന്ദേശമായിട്ട് ലോകത്തിന് തീർന്നിരിക്കുകയാണ്. ആ ഒരു രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. നിങ്ങളിൽ ഈ ലോകത്തെ കമ്പയർ ചെയ്യുന്ന ആൾ പറഞ്ഞു ഇത് രണ്ടാം വത്തിക്കാനാണ്. അല്പം അത് ശരിക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് ഏതായാലും ഇതൊരു വത്തിക്കാനാണെങ്കിൽ ഇത് ഇവിടുത്തെ ഒരു സാന്താ മാർത്ത ഭവനം പോലെ എനിക്ക് തോന്നുകയാണ്. മറ്റുള്ളവരെ സ്വീകരിക്കാനും അവരോടൊപ്പം താമസിക്കുവാനും നിങ്ങളെ സ്ഥാപിച്ച ഒരു സാന്താ മാർത്ത ഭവനം ഈ അൽഫോൻസിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ അൽഫോൻസാമ ബൈബിളിലെ സന്ദേശം ലോകത്തിന് നൽകിയ അൽഫോൻസാമയുടെ പേരിൽ ഈ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങളോട്. ഒരു കാര്യം വ്യക്തമാണ്, അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്, അത് എല്ലാ നാളും നമ്മൾ നിലനിർത്തേണ്ടതുമാണ്. ആത്മീയതയാണ് പാലാ രൂപതയുടെ മുഖമുദ്ര. പാലായിലെ പ്രധാനന്മാരും പാലായിലെ അച്ഛന്മാരും പാലായിലെ സമർപ്പിതരും പാലായിലെ അൽമായ സമൂഹവും ആത്മീയതയുടെ ഒരു സാക്ഷ്യം കൊടുക്കുന്നവരാണ് ഇതുവരെയും. തുടർന്നും നിങ്ങളത് കൊടുക്കണം.